അൻവർ യുദ്ധം തുടരുകയാണ്. പാർട്ടി പക്ഷേ വഴിപിരിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഈ യാത്ര, അൻവറിൻ്റെ യാത്ര ഇങ്ങോട്ട് തന്നെയാണ് നമുക്കറിയാമായിരുന്നു. PV അൻവറുമായുള്ള എല്ലാ ബന്ധവും CPM അവസാനിപ്പിച്ചു. അൻവറിൻ്റെ ദുഷ്ടപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനും അണികളോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഡൽഹിയിൽ ആഹ്വാനം ചെയ്തു. CPM-നെ കുറിച്ച് PV അൻവറിന് ഒന്നും അറിയില്ലെന്നും വലതുപക്ഷത്തിൻ്റെ കോടാലിയായെന്നും MV ഗോവിന്ദൻ ഇന്ന് തുറന്നടിച്ചു. ഇനി തീപ്പന്തം പോലെ കത്തുമെന്നും ജനമൊപ്പമുണ്ടെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും PV അൻവറും വ്യക്തമാക്കി. അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. PV അൻവറുമായി ഇനി CPIM-ന് ബന്ധമില്ല. സർക്കാരിനെയും പാർട്ടിയെയും പിടിച്ചുലച്ച ആരോപണ പരമ്പരകൾക്കൊടുവിലാണ് PV അൻവർ പാർട്ടിയുടെ പടിക്ക് പുറത്തായത്. അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ CPIM അണികൾക്കുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള നീക്കം കൂടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നിൽ. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. CPIM-ന്റെ രീതിയും നയവും സംഘടനാ സംവിധാനവും അറിയാത്ത ആളെന്നാണ് PV അൻവറിനെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. അൻവറിന് ഇടതു പാരമ്പര്യമില്ലെന്നും തുറന്നടിച്ചു. പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗമായ അൻവർ അല്പത്വമാണ് കാണിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് കുറ്റപ്പെടുത്തി. ഇടതുബന്ധം അവസാനിച്ചതോടെ PV അൻവറും അടുത്ത നീക്കങ്ങളെക്കുറിച്ച് സൂചന നൽകി. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാൾ ഇതിൽ പഠിക്കേണ്ട കാര്യം തന്നെ. ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതിയിൽ നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും. ഇടതു സഹകരണത്തിന്റെ സാധ്യത PV അൻവറിന് മുന്നിൽ പൂർണ്ണമായും അടഞ്ഞു. ഇനിയുള്ള നീക്കങ്ങളും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. 24 ഡൽഹി, മലപ്പുറം. PV അൻവറിന്റെ കടന്നാക്രമണങ്ങൾക്ക് 24 മണിക്കൂർ തികയും മുമ്പ് നേരിട്ടുള്ള മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. PV അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായെന്നും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ തനിക്ക് വേവലാതി ഇല്ലെന്നായിരുന്നു 24-ലൂടെ ഉടനടി PV അൻവറിന്റെ മറുപടി. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ സാവകാശമെടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു താനാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ മറുപടിയുമായി ഡൽഹിയിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തി. PV അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിക്കും LDF-നും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അൻവറിന്റെ ലക്ഷ്യം പാർട്ടിയും സർക്കാരും മാത്രമല്ല, മുന്നണി കൂടിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ളവർ ജാഗ്രത കാട്ടണമെന്ന സന്ദേശം. ഇപ്പോൾ പാർട്ടിക്കും LDF-നും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വിശദമായി പറയാനുണ്ടെന്ന് വ്യക്തമാക്കുന്നതിലൂടെ PV അൻവറിന് മുന്നറിയിപ്പും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി 24-ലൂടെ തത്സമയം കണ്ട PV അൻവർ ഉടനടി മറുപടി നൽകി. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുന്നത് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല അദ്ദേഹം ഈ പറയുന്ന ADGP-യുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് വേവലാതിയില്ല. ഇതുവരെയുള്ള അടവുകളും നയങ്ങളും മാറ്റി PV അൻവറും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ്. ബലാബല പരീക്ഷണമല്ലെങ്കിലും ഈ പോരിലെ രാഷ്ട്രീയ നേട്ടം ആർക്കെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 24 ഡൽഹി, മലപ്പുറം. PV അൻവറുമായി ഇനി ബന്ധമൊന്നുമില്ലെന്ന് CPM പ്രഖ്യാപിക്കുമ്പോഴും മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ നിലപാട് എന്താണ് എന്നതിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഏതെങ്കിലും ഘടകകക്ഷികൾ വ്യക്തമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ?
SKN മുൻപെങ്ങും ചെന്നുപെട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലാണ് CPIയും LDFും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തോളോട് തോൾ ഒപ്പം ചേർന്ന അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ CPIന്റെ മുൻനിര പോരാളിയായി നിന്ന PV അൻവർ തിരിയുന്നു. PV അൻവറിനെതിരെ ഇന്ന് മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിലും എടവണ്ണയിലും അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ഏരിയ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ CPM വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഈ ഘട്ടത്തിൽ മുന്നണിക്കുള്ളിലും സമാനമായ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ ലക്ഷ്യം വെക്കുന്നത് മുന്നണിയാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി മറ്റ് ഘടകകക്ഷികൾക്ക് ഒരു സൂചന നൽകുകയാണെങ്കിലും അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ ഘടകകക്ഷികളിൽ ചിലർക്ക് വലിയ തരത്തിൽ അൻവറിനോട് ഐക്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു. അദ്ദേഹം ഒരു ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട് അജിത് കുമാറിനെ മാറ്റും RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് ഇന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അപ്പോഴും PV അൻവറിന്റെ മറ്റ് ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതേസമയം മറ്റു ഘടകകക്ഷികൾ ചിലർക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. ഇനി വരുന്ന LDF യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് അവർ കൂടി എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികളെ CPIM കേൾക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയും. അതേസമയം ഇക്കാര്യത്തിൽ CPM ആകട്ടെ നിലവിൽ പാർട്ടിയെ ആക്രമിക്കുന്ന PV അൻവറിനെ പരമാവധി പ്രതിരോധിക്കുക, അത് തന്നെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞത്. ഒരുപക്ഷെ കടുപ്പിച്ച് മൂർച്ച കൂട്ടി നിലപാട് കടുപ്പിച്ച് പറയുന്നില്ലെങ്കിൽ കൂടി ആ രീതിയിലുള്ള പ്രതികരണം CPMന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്ന അൻവർ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ മുന്നണിക്കുള്ളിൽ അത് വലിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷെവീദ് പറഞ്ഞ കാര്യത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവറിൻ്റെ നീക്കങ്ങളോടും ഇടതുമുന്നണിയുടെ നടപടികളോടും അൻവറിൻ്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണങ്ങൾ, കാര്യം വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് അവിടെ ഈ PV അൻവർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കം എന്നല്ല, CPMനെ തകർക്കാൻ വേണ്ടി എതിരാളികളുടെ ചട്ടുകമായി മാറുന്ന രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതുവരെ ശരിയായിരുന്നു, ഇനി ശരിയല്ല. അതിനുള്ള പറയാൻ അങ്ങനത്തെ ഒരാളെ വേണ്ട. ഒറ്റയാൾ സമരം, ഈ വൺമാൻ ഷോ, അതാണ് മൂപ്പർക്ക് പറ്റിയത്. നിലമ്പൂരത്തെ ജനത അദ്ദേഹത്തെ അതേപോലെ തന്നെ കാണുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അൻവർ നല്ലൊരു നേതാവാണ്. ഇനി മൂപ്പര് നിൽക്കുകയാണെങ്കിൽ ഏത് പാർട്ടിയിലായാലും ഇവർ നിൽക്കുകയാണെങ്കിലും എന്റെ വോട്ട് അൻവറിനെ നീക്കാരം. ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളൊന്നുമില്ല, എന്നാൽ അൻവറിനെ പിന്തുണക്കണേ. ഇടതുപക്ഷത്തിന്റെ സീറ്റിനായി കൊടുത്ത അൻവറാ. അൻവർ പറഞ്ഞത് കുറെ കാര്യങ്ങൾ തന്നെയാണ്. അൻവർ പറയുന്നത് കുറെ സത്യങ്ങളുണ്ട്, അതിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും ഇവർ പറയണില്ല. ഇത് വളരെ വളരെ ചെറ്റത്തിലാണ്, വളരെ വളരെ മോശം. എന്തുകൊണ്ടെന്നറിയില്ല. ഓനെ 2 വട്ടം ഓനോട് ക്ഷമിച്ച് നിൽക്കാൻ പറഞ്ഞാണല്ലോ, സമയമുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് എന്നും വാർത്ത സമ്മേളനം നടത്താൻ പാടുണ്ടോ? ഒന്നും പറയാനല്ല, ഇപ്പൊ നമുക്ക് പബ്ലിക്കാനൊക്കെ ആൾക്കാരില്ല ഒന്നും പറഞ്ഞു. അൻവറിനെ ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി അൻവറിനെ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആ ജനങ്ങളോട് കൂറ് പുലർത്താൻ അൻവർ ശ്രമിച്ചില്ല. ഒരു ഏജിന് കൂടുതലുള്ള ആളുകൾ പാർട്ടിയുടെ കൂടെയാണ്, പക്ഷെ യൂത്ത് ആയിട്ടുള്ള നല്ല ശതമാനം ആളുകൾ PV അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്.